ഞാനും യാസിനും കൂടി ഇതാ ദക്കീറുള്ള ഗാനം ഐലൻഡ് ഗാനം ഐലൻഡിലേക്ക് ഞങ്ങൾ അങ്ങനെ പോയിട്ടൊക്കെയാണ് അല്ലേ. അവിടെ അടിപൊളിയാണെന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയൊരു കണ്ടൽക്കാട് കാര്യങ്ങളൊക്കെ കാണാം. പിന്നെ ചെറിയൊരു പാലുണ്ട് ബ്രിഡ്ജ് പോലെ. പിന്നെ മലയോരം പോലത്തെ വലിയ മല എന്നല്ലെങ്കിലും ചെറിയൊരു മല പോലെ നമുക്ക് കയറി ഇറങ്ങാനൊക്കെ പറ്റിയ പോലത്തെ ഒരു മല പോലത്തെ ഒരു ഏരിയ ഉണ്ട്. അവിടുന്ന് കടലിൽ വ്യൂ കാണാം, സൺസെറ്റ് ഒക്കെ വേണമെങ്കിൽ കാണാം. അവിടെ പോയാൽ നമുക്ക് അവിടെ പോയാൽ സൺസെറ്റ് കാണാൻ കഴിയുമെന്നുള്ളത് അവിടെ പോയിട്ട് നോക്കാം. ഒരുപാട് ആൾക്കാർ പോയിട്ട് അവിടെ അടിപൊളിയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവിടെ ഇളക്കി മറക്കിയിട്ട് നോക്കിയേക്കാം. നമ്മളെന്തായാലും പോകണ്ടല്ലോ. നിങ്ങൾ ആദ്യമായിട്ടല്ലേ പോകുന്നത്? ഞാൻ ആദ്യമായിട്ടാണ് അവിടെ പോകുന്നത്. പിന്നെ അവിടെ പോയി നോക്കിയേക്കാം എന്താ സംഭവം. പക്ഷേ ഖത്തറിൽ അവിടെ ഒരുപാട് വർഷമായി, 6-7 വർഷമായി. പക്ഷേ അങ്ങോട്ടേക്ക് ആദ്യമായിട്ടാണ് പോകുന്നത്. വെള്ളം വേണം. വെള്ളമുണ്ടെങ്കിൽ കുറച്ചൊക്കെ വെള്ളത്തിലൊക്കെ അല്ലെങ്കിൽ കളിക്കാൻ പറ്റും. കളിക്കാറായാലും ചെറിയ ചെറിയ മറ്റേ അടിഭാഗം കാണാം. അങ്ങനത്തെ വെള്ളമാണ് അവിടെ. നല്ല ക്ലിയർ ഉള്ള വെള്ളമാണ്. ഒരു മരത്തിൻ്റെ ടൈപ്പ് നടപ്പാലല്ലേ? അതന്നെ. ഒരു പാലുണ്ട്, മരത്തിൻ്റെ പാലുണ്ട്. ആ പാല നമ്മൾ പോയി നോക്കല്ലേ? നോക്കാം. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് കാണാം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലത്തെ സൈഡിൽ കാണുന്നതാണ് നമ്മളെ ഫെസ്റ്റിവൽ സിറ്റി. അപ്പത്തും കാണിച്ചു തരാം. ഈ കാണുന്നതാണ് ഫെസ്റ്റിവൽ സിറ്റി. ഐക്യ ഒക്കെ ഇവിടെയാണുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ അടിപൊളിയാണ് കേട്ടോ. എല്ലാ വെള്ളിയാഴ്ചയും ഇങ്ങോട്ട് പോകാറുണ്ട്. ഐക്യ ഫെസ്റ്റിവൽ സിറ്റി അതിൻ്റെ ഉള്ളിലൊരു സംഭവമാണ് എയ്സ്. അവിടെ പിന്നെ വീട്ടിലേക്കുള്ള ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും അതിലുണ്ട്. ഈ കാണുന്നത് ഈ ബസ് കോസ്റ്റർ. ഈ ബസ് ആദ്യമൊക്കെ ഓടിക്കാൻ ലൈറ്റ് ഒരു ലൈസൻസ് മതി. ബസ് പോയോ? ബസ് പോയി. ആദ്യമൊക്കെ ലൈറ്റ് ലൈസൻസിൽ ഓട്ടേന്. ഇപ്പോൾ മീഡിയം വേണം. ഇതൊക്കെ ഓടിക്കാൻ മീഡിയം ലൈസൻസ് വേണം. വന്ന സമയത്തൊക്കെ ഇവിടെ നല്ല നല്ല പണി ഉണ്ടായിരുന്നു. ഇപ്പോൾ ആർക്കും നല്ല പണിയൊന്നുമില്ല. പണിയൊക്കെ പറ്റി കുറവാണ്. ഇവിടെ ഉള്ളത് തന്നെ ഇപ്പോൾ ഇങ്ങനെ തട്ടിപ്പിടിച്ച് പോവാണ് പറഞ്ഞാൽ. ആ വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു മന്ദഗതിയായി മാറി. ഈ ക്യാമറ 120 പക്ഷെ 140 വരെ പോകാം. 41 അടിക്കും. എന്താ യാസീന? 41 സാധനം അടിക്കും ഉറപ്പാണ്. ഞങ്ങൾ 120 ഞങ്ങള് 140 അടുത്ത് ഒരു 35-30 പിടിച്ചിണ്. പക്ഷെ അടിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ ടെസ്റ്റ് അടിക്കാൻ നിൽക്കണ്ട. നിങ്ങളെ സമയം നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സമ്മാനം കിട്ടും. നമ്മളെ ടൈം അപ്പോൾ കുഴപ്പമില്ലാത്തൊരു ടൈം വരും. ഞങ്ങളിനി കുറച്ചുകൂടി ഉണ്ട് ആ സ്ഥലത്തേക്ക് എത്താൻ. കുറച്ചുകൂടി ഇങ്ങനെ പോകണം. ഇനി ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും ഹസീന? കോട്ടാക്ക് ഒരു 35 കിലോമീറ്റർ ഉണ്ടാവും. ഈ എക്സിറ്റ് 35 ദക്കീറ അൽക്കോറെന്ന് കണ്ടില്ല നിങ്ങൾ? റാസൽഖാനൊക്കെ ഈ റോഡിനോട് തിരണം കേട്ടോ. ഷമാൽ റോഡിന് പോന്നിട്ട്
ബക്കീറ അൽക്കോർ എന്നുള്ള ബോർഡ് കാണാം. അതിൽ കണ്ട് റേറ്റ് എടുക്കുക. പിന്നാണ്ട് നേരെ റേറ്റ് എടുത്തിട്ടാണ്ട് വിടുക. അൽക്കോർ റോഡിലാണ് കയറുക. പിന്നെ അങ്ങനെ പോകന്നെ. പിന്നെ അടുത്ത സ്ഥലത്ത് നമ്മൾ വീണ്ടും പറഞ്ഞുതരാം. പിന്നെ വഴി തെറ്റാതൊന്നുമില്ല. അത് റേറ്റ് അടിക്കാം. റേറ്റ് അടിച്ചിട്ടുണ്ടോ? അവിടെയൊക്കെ ബോർഡുണ്ട്. ആ കാണുന്ന സ്ഥലം ഉണ്ടല്ലോ, ആ ദൂരെ ഒരു മല മാതിരി ഇങ്ങനെ കാണുന്നത്. നമ്മളെ ചൈന ഗിഫ്റ്റ് കൊടുത്ത പാണ്ടല്ലേ, പാണ്ട ഹൗസ്. അതിൻ്റെ ഉള്ളിലാണ് ചൈന വേൾഡ് കപ്പിൽ നമ്മുടെ ഖത്തറിന് സമ്മാനമായി നൽകിയ 2 പാൻറ്റാണ് അതിൻ്റെ ഉള്ളിൽ ഇതാക്കി വെച്ചത്. അതിൻ്റെ അപ്പുറത്ത് തന്നെയാണ് അൽക്കോർ പാർക്ക്. അതിൻ്റെ ഉള്ളിൽ കുറേ മൃഗങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജിറാഫൊക്കെ ഉണ്ട്. അതാണ് പാൻഡ ഹൗസ് വരുന്നത്. പിന്നെ ഖത്തറിലെന്ന് പറഞ്ഞാൽ മരുഭൂമിയായിട്ട് ഇങ്ങനെ ഒരുപാട് കെടുക്കാനുള്ള സ്ഥലമൊന്നുമില്ല. ഉള്ളപ്പോൾ ഈ ഏരിയ ഒക്കെ അങ്ങനെ ഒഴിഞ്ഞെടുക്കണ ഇവിടൊക്കെ മാത്രമേ ഉള്ളൂ. ഈ മതിൽ കെട്ടാക്കിയിട്ട് കണ്ടോ, ഇത് ഇങ്ങനെ ഒരു സംരക്ഷിക്കുകയാണ്. പഴയ കാലത്തെ വീടുകളൊക്കെയാണ്. ഇപ്പം ഏകദേശം എടുത്തെത്താനായിട്ടുണ്ട്. കാണിച്ചു തരാം. ഉണ്ടോ, പഴയ കാലത്തെ വീടുകളൊക്കെ പോലെ സംരക്ഷിക്കുകയാണ്. ഒരു മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഒരു വണ്ടി ടയർ പഞ്ചറായി. ഉണ്ടോ, മതിൽക്കെട്ടിൻ്റെ ഉള്ളിലാക്കിയിട്ട് സംരക്ഷിക്കുക. പഴയകാല വീടുകളാണ്. അറബികളുടെ പണ്ട് കാലത്തെ വീടുകളാണ് ഈ കാണുന്നത്. അല്ല, പഴയകാല വീട് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇതിന് മുന്നൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ അതിന് കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പോൾ ആളൊക്കെ വെച്ചിട്ട് സെക്യൂരിറ്റിയൊക്കെ വെച്ചിട്ട് നമുക്കിപ്പോൾ കടക്കാനുള്ള ഒരു ഇതില്ല. ആ കാണുന്ന കണ്ടോ, ഒരു കാണി ഒരു ടെൻറ്റ് മാതിരിയൊക്കെ അങ്ങനെ തോന്നും. പക്ഷേ ടെൻ്റല്ല, നമ്മളെ അൽക്കോർ സ്റ്റേഡിയമാണ്, അൽബൈത്ത് സ്റ്റേഡിയം. അതിലെ പ്രധാന കളികൾ നടന്ന സ്ഥലമാണ് അൽബൈത്ത് സ്റ്റേഡിയം. ആണ് പല കളികൾ. അത് ഇവിടുത്തെ ഈ അറബികളുടെ ട്രഡീഷണൽ ഒരു ക്യാമ്പുണ്ട്, അതായത് ഖൈമ അറിയും. ഖൈമൻ്റെ ഒരു രൂപത്തിലാണ് ഈ സ്റ്റേഡിയം നിർമ്മിച്ചിരിക്കുന്നത്. എന്താ അപ്പോൾ നമ്മൾ അൽക്കോർ സെൻറ്റർ സിഗ്നലിൽ എത്തിയിട്ടുണ്ട്. ഹെൽത്ത് സെൻ്ററിൻ്റെ അവിടെ സിഗ്നൽ. അപ്പോൾ ആ കാണുന്ന അവിടെയാണ് ഹെൽത്ത് സെൻ്റർ ഉള്ളത്. പിന്നെ ഇവിടുന്ന് റൈറ്റ് സൈഡ് പോയി കഴിഞ്ഞാൽ സഫാരി അൻസാറൊക്കെ ഉണ്ട്. പിന്നെ ലുലു ഏത് ഭാഗത്താണ്? ലുലു ആ ഭാഗത്ത്. ലുലു ആ ഭാഗത്തുണ്ട്. അൻസാർ ഗാലറി ഉണ്ട്. പിന്നെ അൽക്കോർ തന്നെ പ്രധാനമാളാണ് അൽക്കോർ മാള്, അതുണ്ട്. സഫാരി ഉണ്ട്. സഫാരി ഉണ്ട്. കുറേ മാളുകളുണ്ട് പിന്നെ അവിടെ. അതൊക്കെ അടുത്തടുത്ത് തന്നെയാണ്. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റാണ് പോകേണ്ടത്. ഞാൻ ഈ ഭാഗത്ത് ഇവിടെ പണിയെടുത്തിട്ടുണ്ട് അൽക്കോറിൽ. ഞാനിവിടെ തള്ളൻ്റെ ഒരു ഇൻറ്റീരിയർ ഡിസൈനിൻ്റെ പൈസ കൊടുക്കാൻ വന്നത്. ഇവിടെ ഒരു മാസത്തിൽ ഒരു വട്ടം എന്തായാലും സദാഫ് പറയും. ശരി, ഇവിടെയൊക്കെ നല്ല സ്ഥലമാണ്. ഒരു നമ്മളെ ദോഹത്തെ മാതിരിയല്ല, ഇവിടെ തിരക്കില്ലാത്തൊരു സ്ഥലമാണ്. ഖത്തറിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങൾ ഏതൊക്കെ വെച്ചാൽ ഒന്ന് അൽക്കോർ, പിന്നെ ഒന്ന് നമ്മുടെ ഷമ്മാരി. ഇവിടെയൊക്കെ നല്ല പീസ്ഫുൾ ഏരിയസ് ആണ്. അതായത് നമുക്ക് സമാധാനമായിട്ട് വലിയ നമ്മുടെ ദോഹനെ പോലെ വലിയ ഒച്ചപ്പാടോ അല്ലെങ്കിൽ വലിയ ട്രാഫിക്കുകളോ അതേപോലെ തന്നെ വലിയ സംഭവങ്ങളൊന്നും ഇല്ല. പക്ഷെ അടിപൊളി ഏരിയയാണ്. കാരണം കടൽ, കാറ്റ്, ഒരു സൈലന്റ് പ്ലേസ് ആണ്. ഇപ്പം നമ്മളിപ്പോൾ ഈ റോഡങ്ങോട്ട് മുട്ടുമ്പോൾ തന്നെ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ കാണും. ഈ റൈറ്റ് സൈഡ് നല്ല പച്ചപ്പൊക്കെ ആക്കി നമുക്ക് വൈകുന്നേര സമയങ്ങളിലൊക്കെ വന്നൊന്ന് ഇരിക്കാനോ നമ്മുടെ മൈൻഡൊക്കെ ഒന്ന് ഫ്രീ ആക്കാനൊക്കെ പറ്റിയ ഏരിയകൾ ആൽക്കോറിലുണ്ട്. ഈ റൈറ്റ് സൈഡിലുണ്ട്. ഈ ആൽക്കോറിലെ മിക്ക ഭാഗങ്ങളിലും ഇങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാവും. ഈ റൈറ്റ് സൈഡിൽ കാണാം. പിന്നെ അവിടെ ലെഫ്റ്റ് സൈഡിലൊന്നുണ്ട്. മിക്ക സ്ഥലങ്ങളിലും ആൽക്കോറിൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് കാണാം. അതേപോലെ തന്നെയാണ് റിവേഴ്സിലും. നമുക്ക് ഇങ്ങനെ ഒന്ന് ഒരു മൈൻഡ് ഫ്രീ ആയിട്ട് ഇരിക്കാം. കണ്ട് നല്ല കാറ്റൊക്കെ സമയം. ചൂട് കാലത്ത് പറ്റുമെന്ന് അറിയില്ല, പക്ഷേ ഇപ്പം അതിന് പറ്റിയ ക്ലൈമറ്റ്. അപ്പോൾ നല്ല കാറ്റ് വീശുന്ന ടൈമാണ്, തണുപ്പ് കാലമാണ്. അതിനൊക്കെ വന്നിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് അൽക്കോർ.
നമ്മുടെ ആ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ ഖത്തറിന്റെ കൊടി വാറുന്ന ഏരിയ അവിടെ കണ്ടോ? അവിടെ വന്നിരിക്കാൻ നല്ല അവിടെ നടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. ഞാനിങ്ങനെ ആലോചിക്കും നാട്ടിൽ പോയാലൊക്കെ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ഇരിക്കണമെങ്കിൽ, ഞാനൊരു പാലക്കാട്ടുകാരനാണ്, ഞാനിപ്പോൾ ഒന്ന് പോയി ഇരിക്കണമെങ്കിൽ എനിക്കൊരു ബീച്ച് വരത്തൊക്കെ പോയി ഇരിക്കണമെന്നുണ്ടെങ്കിൽ കോഴിക്കോടോ പൊന്നാനിയോ അങ്ങനെ എങ്ങനെയും പോകണം. എന്നാലും ഇതിലും ഇത്രയും വൃത്തിയിൽ കിട്ടൂല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഞാൻ ഇവിടെ ഉള്ള ടൈമിൽ ഈ പാർക്ക് എനിക്ക് പറഞ്ഞില്ല നേരത്തെ, ഈ പാർക്കിൽ വന്നിരിക്കാറുണ്ട്. അവിടെ ഇരിക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ നടക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. കണ്ട കുറെ ഫാമിലികൾ അവിടെ ഇരിക്കണതാണ്. കളിക്കാം, കുട്ടികളെ കൊണ്ടൊക്കെ വന്നാൽ നല്ല രസത്തിന് കളിക്കാം. അവർക്കുള്ള കുട്ടികൾക്ക് വന്നതിനെ എൻജോയ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. വലതു ഭാഗത്തായിട്ട് ബോർഡ് ഏരിയ ഉണ്ടോ, ബിൻ ഗാനം ഐലൻഡ്. ഇവിടുന്ന് ഈ അൽമീറിൻ്റെ അടുത്തുനിന്ന് റേറ്റ് തിരിഞ്ഞു. എന്താ പ്രശ്നം പറഞ്ഞാൽ ബോർഡില്ല പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എവിടേക്കാ എന്താണെന്ന് അറിയാതെ ബോർഡില്ലെങ്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. കറക്റ്റ് ഐഡിയ അല്ല. ഒരു പോസ്റ്റ് ഉണ്ട്, അതിനടുത്തൊരു കച്ചറടപ്പുണ്ട്, അവിടെ റൈറ്റ് അടിച്ചു പോകുന്ന അറിയുള്ളൂ പറഞ്ഞ പോലെ. അല്ല അന്ന് വന്ന കച്ചറടപ്പൊക്കെ ഇവിടെ മാറ്റിണ്ടാവും, അതിപ്പോ കണ്ടറിയണം. അതാ പറഞ്ഞത്. ഒരു ബോർഡ് ഇല്ലെങ്കിൽ കൊണ്ടത് ആ ബസ് വരുന്ന ആ ഏരിയയിൽ ആണെന്നാ തോന്നുന്നു. ബോർഡിലാക്കൂല. പറഞ്ഞ കച്ചറടപ്പ അവിടെ ഉണ്ട്. ഈ കച്ചറടപ്പല്ലേ ഇതല്ല, അവിടെ പോസ്റ്റിന്റെ അടുത്ത് ചെറിയ കച്ചറടപ്പ. അവിടെ എടുത്തൊരു പോസ്റ്റ് ഉണ്ടല്ലോ, അതല്ല റോഡ് സൈഡിൽ എന്തായാലും ഉണ്ട്. ബോർഡൊക്കെ ഉണ്ട് അവിടെ, ബോർഡൊക്കെ കാണുന്നുണ്ട്. ബോർഡ് കാണുന്നുണ്ടല്ല, എന്താ ബോർഡ് ആണ് തോന്നുന്നത്. അതെ 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 ഇതന്നെ. അപ്പോ ബോർഡ് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. മുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? മുന്നേ ഈ വഴിക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് വരുമ്പോ ബാബ ഗാനം ബിൻ ഗാനം ഐലൻഡ് എന്ന് എഴുതിയിട്ടുണ്ടാവും. കുറെ ബോർഡുകൾ ഇപ്പൊ നമ്മള് വരുമ്പോ കണ്ടു. പക്ഷെ ആദ്യ സമയങ്ങളിൽ അങ്ങനെ ഒരു ബോർഡും ഇല്ല. ഇങ്ങനെ ഐലൻഡ് അറിയുന്നവർക്ക് അറിയുള്ളൂ, അല്ലാതെ ഒന്നും അറിയില്ല. ഇതേപോലെ കമ്പിവേലി വെട്ടിയിട്ടുണ്ടാവും. പിന്നെ ഇടയിൽ കൂടെ ഒരു കട്ടിങ് ആണ്. ഞങ്ങളൊക്കെ അന്ന് എങ്ങനെയൊക്കെ കുറെ വണ്ടികളൊക്കെ പോണ കണ്ടിട്ടാണ് കയറിയിരിക്കുന്നത്. ഇപ്പൊ ഇനിയിപ്പോ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് അറിയില്ല. കുറെ കാലം ഇപ്പൊ വന്നിട്ട് നമുക്ക് ഡയറക്റ്റ് പോകാൻ കഴിയുമോ അതോ ടൈമിംഗ് ഉണ്ടോ ഒന്നും അറിയില്ല. അതൊക്കെ അവിടെ പോയാൽ തന്നെ അറിയുള്ളൂ. അപ്പൊ നമ്മൾ ഏകദേശം 4:20 എന്നാലും 4:30 നിർത്തുമെന്ന് വിചാരിക്കണം. റോഡ് ഇവിടുന്ന് മോശമാണല്ലേ? ഇവിടുന്നല്ല, കുറച്ചുകൂടി പോകണം. റേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതാ ആദ്യം പറഞ്ഞ 2 പോസ്റ്റ്. ഈ പോസ്റ്റല്ലേ ഞാൻ പറഞ്ഞു, ഇലക്ട്രിക് പോസ്റ്റാണ്. ഇനി ഇവിടുന്ന് ഇങ്ങനെ ചാടി പോകണം റോഡാണ്. നമുക്ക് ചാടി പോവാം. വീക്കെൻഡ് ദിവസങ്ങളിലൊക്കെ വരാൻ പറ്റിയ നല്ലൊരു അടിപൊളി സ്ഥലമാണ് അല്ലേ? ഇവിടെ ബാർബിക്യും കാര്യങ്ങളൊക്കെ ചൂടാ. പക്ഷെ നമ്മൾ അതിനുള്ള സെറ്റപ്പ് അല്ല വന്നത്. വശത്തൊന്ന് കണ്ടിട്ട് ഇങ്ങനെ പോകാന്നുള്ളൊരു മൈൻഡിലൊന്നല്ലേ. അതാ മരത്തിന്റെ പാലം കണ്ടവിടെ. ഇവിടെ ബാത്റൂം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഞങ്ങള് പറഞ്ഞില്ലേ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പല കാലം മുന്നേ വന്ന ടൈമിൽ ഈ ബാത്റൂം കാര്യങ്ങളൊന്നും ഇല്ല. അത് ഈ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഒറ്റ ബിൽഡിങ്ങിലാണ് ബാത്റൂമോ അല്ലെങ്കിൽ എന്തൊക്കെ ഉണ്ട് അവിടെ. ഞാൻ നോക്കാം നമുക്ക്. അല്ലെങ്കിൽ പാർക്ക് ചെയ്തിട്ട് പോകല്ലേ? ഇവിടെ പാർക്ക് ചെയ്യാം. പാർക്ക് കൊണ്ട് നമ്മള് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ പാർക്ക് ചെയ്തോ. അവിടെ ഒരു പറ്റിയ സ്ഥലം. അവിടെ ഫുള്ള് സെറ്റപ്പ് ആക്കണം. മിനിസ്റ്റർ അവിടെ ഫുള്ള് സെറ്റ് ആക്കിട്ടോ. ഇപ്പത്തെ പോലെ അല്ല, പണ്ടത്തെ പോലെക്കല്ല, മാറ്റങ്ങൾ വന്നിക്കണ്. ഒരുപാട് മാറ്റം വന്നിട്ടുണ്ടല്ലോ. നമ്മളെ വണ്ടിയാണ് കേട്ടോ. നമ്മള് പറഞ്ഞ ആ ഒരു നടപ്പാലമായിരുന്നത് ഇതാണ്. അപ്പൊ നമ്മള് ബോസ് പറഞ്ഞ വല്ല ഫോൺ വിട്ടു. അപ്പൊ നമ്മള് നടപ്പാലം ഇതാണ്.
അടിപൊളി പാലാണ്. ഒരുപാട് ആൾക്കാർ വീഡിയോ എടുക്കുന്നുണ്ട്, ഫോട്ടോ എടുക്കുന്നുണ്ട്. അടിപൊളിയാണ്. കണ്ടോ, ഇവിടെ വന്ന് കണ്ടാലേ ഒരു ഇത് കിട്ടുള്ളൂ. ഒന്ന് കാണുന്നങ്ങൾ അടിപൊളി സ്ഥലമാണ്. കണ്ടോ, നല്ല കാറ്റടിക്കുന്നു, നല്ല കാറ്റ് വീശുന്നുണ്ട്. നല്ല അടിപൊളി. നമ്മളെ ചങ്ങായി യാസീൻ നടന്നു വരുന്നുണ്ടോ. ദോഹയിൽ ഇതുവരെ വണ്ടി ഓടിച്ച് വന്നതിന് മുതലായിക്കണം. അടിപൊളി സ്ഥലമാണ് ഇത്. കാണാത്തവരൊന്ന് വന്ന് കാണുക. പിന്നെ ഈ ഭാഗത്ത് അത് ഇവിടെ ഫോട്ടോസ് എടുക്കാൻ നല്ല അടിപൊളി ഒരു സ്ഥലമാണിത്. പിന്നെ അവിടുന്ന് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലത്തെ സൈഡിലുണ്ടാവും, വലത്തെ ഭാഗത്ത് ഒരു മണ്ണ് കൂടി മാതിരി ഒരു മല മാതിരി, അതിൻ്റെ മുകളിൽ നിന്ന് നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ നല്ലൊരു രസമാണ്. നല്ല വീഡിയോ കിട്ടും, നല്ല ഫോട്ടോസ് എടുക്കുക, അടിപൊളി സൂപ്പറാണ്. ഇത് ഒരു രസം കൊടുക്കണ തന്നെ ഈ കണ്ടൽക്കാടാണ്. പിന്നെ അതിൻ്റെ നടുകൂടെ ഉള്ള ഈ നടപ്പാത ഉണ്ടല്ലോ, അതായത് ഈ നടന്നു പോണ ഈ വഴി അടിപൊളിയാണ്. രണ്ട് ഭാഗത്തും കണ്ടൽക്കാട്, അതിൻ്റെ നടുകൂടെ ഇങ്ങനെ നടന്നു പോവാം. ഒറ്റ നന്നായി സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് തിരിച്ചു പോവാണ്. നല്ല തണുപ്പാണ്, ജാക്കറ്റില്ലാതെ ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട, നല്ല തണുപ്പാണ്. ഈ മാസം വരണല്ലോ, മാസം കഴിഞ്ഞ പിന്നെ ആവശ്യമില്ല, ജാക്കറ്റിൻ്റെ ആവശ്യമില്ല. തണുപ്പ് കഴിഞ്ഞ പ്രശ്നമില്ല, പക്ഷെ തണുപ്പ് നല്ല കാറ്റുണ്ട്, നല്ല തണുപ്പുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ശരി, എന്നാ ഇന്നത്തെ നമ്മളെ പരിപാടി കഴിഞ്ഞ് ഇനി അടുത്ത ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ നമുക്ക് കാണാം. ഓക്കെ.